അല്ല ഗൈസ്, നമുക്കിന്ന് കുറച്ച് സ്റ്റാർസ് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ സ്റ്റാർസാണ്. ഓക്കെ, നമുക്ക് ഇതുപോലത്തെ മിനി തന്നെ ഉണ്ടാക്കാം. ഇതിലുണ്ട് നമ്മൾ നീണ്ട പേപ്പറിൽ നമുക്കൊന്ന് ലൈൻ ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു ലൈൻ വരച്ച് വയ്ക്കാം. നമുക്ക് ഈ ലൈനിൽ ഈ പേപ്പർ കട്ട് ചെയ്യണ്ടേ. നമ്മളിത് അങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത പേപ്പറുണ്ട്, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡല്ല, കട്ട് ഭാഗമൊക്കെ തിരിഞ്ഞു. നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു നടുക്ക് ലൈനാണ് ഞാൻ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമ്മളിതിങ്ങനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററും നമ്മൾ ആസ് യൂഷ്വൽ നേരത്തെ ചെയ്ത പോലെ കട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ഇതിൻ്റെ മിഡിൽ നമ്മളതിനെ ഇങ്ങനെ ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ സെൻറ്റർ ഇതാ നമ്മൾ ഒട്ടിച്ചു. ഇനിയാണ് കുറച്ച് സംഭവം. ഇത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഈ കിട്ടുന്ന സംഭവം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ കിട്ടുന്ന സംഭവം നമ്മൾ ഈ ഒരു ഓട്ടയുടെ ഉള്ളിൽ കൂടി ഇത് വലിക്കുക. വലിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വലിക്കണം. പേപ്പർ വലിക്കരുത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇത്ര കൂടുതൽ എക്സസ് ലാസ്റ്റ് വേണ്ട. സോ കീറിക്കളയാം, കത്തി വെച്ച് കാണില്ല. ഇതുവരെ കീറിക്കളയാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇത് ഈ ഒരു ഭാഗത്തോട്ട് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങോട്ട് വരിക. നെക്സ്റ്റ് ഈ സൈഡിലോട്ട് പോവുക. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണ്ടിന്യൂസ് ആ ഒരു സ്ട്രിപ്പ് തീരുന്നവരെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ സൈഡാണ് അവസാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇനി ഇത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ അതിനുശേഷം ഇതിങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ട്രിപ്പ് നമ്മൾ രണ്ടെണ്ണം കൂട്ടി ഇടിച്ചില്ല, തീരുന്നവരെ ദ സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്യണം. ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ ഒരു സ്പേസ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ഇൻസേർട്ട് ചെയ്യുമ്പോൾ പെൻസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. അങ്ങനെ നമുക്കിപ്പോൾ സ്റ്റാറിൻ്റെ രൂപം കിട്ടി. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് എല്ലാം ഒരു സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പ് done.